ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവ് നേന്ത്രപ്പഴവും കൊണ്ട് ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം എടുത്ത് ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടാകുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് നെയ്യിലൊന്ന് കളർ ചേഞ്ച് ആക്കി ഇടുക. ഇനി നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഞാൻ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ആ പാനിയൊക്കെ ഒന്ന് വറ്റി നേന്ത്രപ്പഴത്തിനകത്ത് പിടിക്കുന്ന രീതിയിലൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശർക്കരപ്പാനി ആ തേങ്ങയിലും ശർക്കരയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടത്തക്ക വിധം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മാവെടുത്ത ബൗളിന് കപ്പില്ല, ആ കപ്പിന് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിനാണ് കേട്ടോ മിക്സ് ആക്കി എടുക്കുന്നത്. നമ്മളിതാ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാവൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഞാനിതാ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഞാൻ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം വാഴയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നെയ്യോ ഓയിലോ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ശരിക്കും ഇത് ആരും മിസ്സാക്കല്ലേ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സ് ആണ്. നമ്മളിതിനകത്ത് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടൊന്നും ഇല്ലാതെ ആവിൽ വേവിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ പഴവും തേങ്ങയുടെ ഒക്കെ മിക്സ് ഇല്ല, അതും ഈ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.